ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച ധാരണയായി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് നീക്കം. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJSും മത്സരിക്കാനാണ് ധാരണ. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമന്റെ പേരിടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെയല്ല, രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിക്കുകയാണോ? PC ജോർജിന്റെ മോഹങ്ങൾ മരവിക്കുകയാണോ പത്തനംതിട്ടയിൽ? ഷഫീദ്. കശ്മീർ തൃശ്ശൂരിനൊപ്പം BJP ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഒരു സ്റ്റാർ ക്ലാസ് പോരാട്ടം ഉണ്ടാക്കാനാണ് BJP ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും. ജില്ലാ നേതൃത്വം ഒരു ദേശീയ മുഖം തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്തെ പ്രാദേശിക തലത്തിലടക്കം പിന്തുണ ലഭിക്കുന്ന ഒരു നേതാവിനെ പരിഗണിച്ചാൽ അത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ എത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത്. ഏതാണ്ട് ആ പേര് ഉറപ്പിക്കുന്നുമുണ്ട്. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ഈ ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയായിട്ടുമുണ്ട്. കോട്ടയം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി എന്നീ സീറ്റുകൾ BDJSന് നൽകാനാണ് നിലവിലിപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയത്ത് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BDJSന് എതിർപ്പുണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജ് സ്ഥാനാർത്ഥിയെത്തിയാൽ സഹകരിക്കില്ല എന്ന് BDJS നേതൃത്വം ദേശീയ നേതൃത്വത്തെ BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സമുദായത്തിനെ അപമാനിക്കുന്ന നിലപാട് PC ജോർജ് മുൻപ് സ്വീകരിച്ചു എന്നുള്ളതാണ് BDJSനെ സംബന്ധിച്ച് ചൊടിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സഹകരണത്തിനും ഇല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കൂടുതൽ. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിസ രഞ്ജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നുണ്ട്. സന്ദീപ് വചസ്പതിയുടെ പേരും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് വിവരം. ആലത്തൂരിൽ SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 7 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ടുള്ള BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ആ തീരുമാനം ഔദ്യോഗികമായി ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് ഹഷ്മി നമുക്ക് ലഭിക്കുന്ന വിവരം. ഷഫീദ്, ഒരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് അരവിന്ദ് താമര ഷഫീദിനോട് പറയണം, ഹായ് ഹാഷ്മി, ഷഫീദ് വാസ് മൈ ഹൈസ്കൂൾ ക്ലാസ്മേറ്റ്. ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു സേ ഇറ്റ്. ഐ ആം പ്രൗഡ് ഓഫ് ഹിം എന്ന് പറയുകയാണ്. അരവിന്ദിന് അറിയോ? എനിക്കങ്ങനെ ഹഷ്മി നേരിട്ട് പരിചയമുള്ള ആളല്ല. ഏതായാലും സന്തോഷം കേട്ടതിൽ. അല്ല, കൂടെ പഠിച്ച എന്താ പ്രശ്നം അറിയാം? അരവിന്ദ് എന്നുള്ള പേരുകാർ ഒരു ക്ലാസ്സിൽ 19-15 ഉള്ളതാണ്. ഏതായാലും അറിയാത്താവും, കണ്ടാൽ എന്തായാലും അറിയാം. ഷഫീദ് പോട്ടെ, നമ്മുടെ ഈ VS ജോയിയുടെ പേര് ചുവരെഴുതി എന്ന് കേൾക്കുന്നുണ്ട്. അത് സാധാരണ ഇതിൽ CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പതിവുള്ളതല്ല. എന്താണ് സംഭവിച്ചത്? ഹഷ്മി, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മാസം വരുന്ന 27-നാണ് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേർന്ന അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ ജോയ് തന്നെയാണ് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തുകയും ചെയ്തതാണ്. മറ്റൊരു പേരും അവിടെ പരിഗണിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ CPMനെ സംബന്ധിച്ച് ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ചുവരെഴുത്തടക്കമുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുക പതിവ് രീതിയല്ല. പക്ഷേ ആറ്റിങ്ങലിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആറ്റിങ്ങൽ ACAC നഗറിലാണ് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായി CPM ആലോചിക്കുന്ന ജോയിയുടെ ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത് വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനം. കാരണം ഏതാണ്ട് സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാവുക എന്നുള്ള ഒരു ആലോചന മാത്രമാണ് CPMനെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം ഏതെങ്കിലും അങ്ങനെ ഒരു നീക്കം അത് വിവാദമാക്കേണ്ടതില്ല, ചർച്ചയാക്കേണ്ടതില്ല എന്ന CPMന്റെ ഉന്നത നേതൃത്വം വിലയിരുത്തുന്നു. ഹഷ്മി. യെസ്, അപ്പോൾ അതാണ് 2 വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയായിരുന്നു ഷഫീദ്.